ലോക മൃഗദിനത്തോടനുബന്ധിച്ച് തനിനിറം പത്രത്തിൽ വന്ന അനിൽ മണ്ണത്തൂരിൻ്റെ ലേഖനം. ഓരോ വർഷവും ഒക്ടോബർ 4 ലോകമെമ്പാടും ലോക മൃഗദിനമായി ആചരിക്കുന്നു. മൃഗങ്ങളുടെ സംരക്ഷകനായി കണക്കാക്കപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിനമാണ് ഈ ദിവസം. മൃഗങ്ങളുടെ അവകാശങ്ങൾ, ക്ഷേമം, ഭൂമിയിലെ അവയുടെ അനിവാര്യമായ പങ്ക് എന്നിവയെക്കുറിച്ച് അവബോധം വളർത്തുകയാണ് ഈ ദിനാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം. മനുഷ്യരും സസ്യങ്ങളും പോലെ മൃഗങ്ങളും നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകമാണ്. പാരിസ്ഥിതിക സന്തുലിത അവസ്ഥ നിലനിർത്തുന്നതിൽ മൃഗങ്ങൾ വഹിക്കുന്ന പങ്ക് നിർണായകമാണ്. പ്രകൃതിയിലെ ഈ പരസ്പരാശ്രിതത്വം അംഗീകരിക്കുവാനും മൃഗങ്ങളോട് ദയയും അനുകമ്പയും കാണിക്കുവാനും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സഹവർത്തിത്വത്തിൻ്റെ വെല്ലുവിളികൾ മൃഗങ്ങളെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടതിൻ്റെ മനുഷ്യൻ്റെ ധാർമ്മിക കടമയാണ്. എങ്കിലും വളരെയധികം മൃഗങ്ങൾ മനുഷ്യൻ്റെ ക്രൂരതകൾക്കും അവഗണനകൾക്കും ഇരയാകുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള മൃഗങ്ങളുടെ ക്ഷേമ നിലവാരം ഉയർത്തേണ്ടതിൻ്റെയും അവയുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെയും ആവശ്യകത ഈ ദിനം ഉയർത്തിക്കാട്ടുന്നു. മനുഷ്യൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മൃഗങ്ങളെ ചൂഷണം ചെയ്യുന്ന പ്രവണത അവസാനിപ്പിക്കണം. എന്നാൽ മൃഗസംരക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മൃഗശല്യം അല്ലെങ്കിൽ ചില മൃഗങ്ങൾ മനുഷ്യന് ഭീഷണിയാകുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ തെരുവ് നായകളുടെ ആക്രമണങ്ങൾ പോലുള്ള വിഷയങ്ങൾ മനുഷ്യൻ്റെ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നതാണ്. വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതും കൃഷി നശിപ്പിക്കുന്നതും ജീവന് ഭീഷണിയാകുന്നതും പതിവായിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യങ്ങളിൽ മനുഷ്യജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് ആവശ്യമാണ്. സന്തുലിതമായ സമീപനം മൃഗശല്യത്തിൽ നിന്നുള്ള മാനവരക്ഷ ഉറപ്പുവരുത്തേണ്ടത് പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. എന്നാൽ മൃഗങ്ങളോടുള്ള ക്രൂരതയുടെ രൂപത്തിലാകരുതെന്ന് മാത്രം. മൃഗങ്ങളെ വേദനിപ്പിക്കാതെയും അവയുടെ അവകാശങ്ങൾ ഹനിക്കാതെയും മനുഷ്യന് സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ് പ്രധാനം. തെരുവ് നായകളുടെ എണ്ണം നിയന്ത്രിക്കാൻ വന്ധ്യംകരണം പദ്ധതികളും അവയ്ക്ക് മതിയായ പരിചരണം നൽകാനുള്ള സംവിധാനങ്ങളും ശക്തിപ്പെടുത്തണം. വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ വനമേഖലയിൽ മതിയായ സംരക്ഷണ വേലികൾ സ്ഥാപിക്കുകയും അവയുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുകയും വേണം. വനത്തിൻ്റെ നശീകരണമാണ് വന്യമൃഗങ്ങളെ നാട്ടിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാന കാരണം. അതുകൊണ്ട് മനുഷ്യൻ പ്രകൃതിയിൽ നടത്തുന്ന അമിതമായ ഇടപെടലുകൾ നിയന്ത്രിക്കുകയും ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്താൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. മൃഗജന്യ രോഗങ്ങളും മനുഷ്യൻ്റെ ജാഗ്രതയും മൃഗങ്ങളെ സ്നേഹിക്കുമ്പോഴും അവയിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്ന രോഗങ്ങളെക്കുറിച്ച് ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് മൃഗജന്യ രോഗങ്ങൾ എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് നിപ്പ വൈറസ് വവ്വാലുകളിൽ നിന്നും, എലിപ്പനി എലികളിൽ നിന്നും, പന്നിപ്പനി പന്നികളിൽ നിന്നും മനുഷ്യനിലേക്ക് പകരാൻ സാധ്യതയുണ്ട്. വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കുന്നത് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സമ്പർക്കം വർദ്ധിപ്പിക്കുകയും ഇത് ഇത്തരം രോഗങ്ങൾ വ്യാപിക്കാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നു. അതുകൊണ്ട് മൃഗദിനം നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹത്വത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും പാഠമാണ്. മൃഗങ്ങൾക്ക് സുരക്ഷിതമായ ലോകം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുമ്പോൾ തന്നെ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശുചിത്വവും സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കണം. സന്തുലിതമായ ഒരു സമീപനം സ്വീകരിച്ച് മുന്നോട്ടു പോയാൽ മാത്രമേ മനുഷ്യനും മൃഗങ്ങൾക്കും ഈ ഭൂമിയിൽ സമാധാനപരമായി ജീവിക്കാൻ സാധിക്കൂ.